എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. രാമകഥാമൃതത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജാംബവാന്റെ വാക്ക് കേട്ട് ഭഗവാൻ ഹനുമാൻ സ്വാമി തൻ്റെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കുകയും സമുദ്രതരണത്തിന് അദ്ദേഹം തയ്യാറെടുക്കുന്നതുമായിട്ടുള്ള രംഗങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടു. സീതാദേവിയെ അപഹരിച്ചത് രാവണനാണ് എന്ന് പൊതുവിൽ അറിയാം. ദേവി അവിടെ തന്നെ ഉണ്ടോ എന്ന് പരിശോധിക്കുകയായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടി ഭഗവാൻ തൻ്റെ ശരീരത്തെ തൻ്റെ ഗുണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ വലിപ്പത്തിലേക്ക് മാറ്റി ആ സമുദ്രത്തെ നിഷ്പ്രയാസം തരണം ചെയ്തു എന്നുമാണ്. ലങ്കാലക്ഷ്മിയോ ആയിട്ടുള്ള ഭഗവാന്റെ സംഭാഷണവും സുരസ എന്ന് വിളിക്കപ്പെടുന്ന സ്ത്രീയോ ആയിട്ടുള്ള രാക്ഷസ സ്ത്രീ ആയിട്ടുള്ള ഭഗവാന്റെ പ്രവൃത്തികളൊക്കെ ആ ഘട്ടത്തിൽ പറഞ്ഞു പോകാറുണ്ട്. അങ്ങനെ ഭഗവാൻ ലങ്കയിൽ എത്തുന്നതായിട്ടാണ് ഇന്നത്തെ രംഗം മുതൽ നമുക്ക് വിശദീകരിക്കാനുള്ളത്. അതിനുശേഷം ഭഗവാൻ ലഭിക്കുന്ന വിശേഷപ്പെട്ട അടയാളം, ആ ചൂടാമണിയെക്കുറിച്ചും ഭഗവാന്റെ ലങ്കാദഹന ലീലയെക്കുറിച്ചും നമുക്ക് ഇന്ന് സംസാരിക്കാം. സുന്ദരകാന്ഡത്തിൽ ഭഗവാൻ ഈ സമുദ്രതരണം ചെയ്തതിനു ശേഷം ലങ്കയിൽ എത്തുകയും ദേവി എവിടെയാണ് എന്നറിയാൻ വേണ്ടി ലങ്കയിലൂടെ സഞ്ചരിക്കുകയും ചെയ്തു. ആ സമയത്താണ് അശോകവനികയിൽ ശിംശുമാ വൃക്ഷച്ചുവട്ടിൽ ഒരു സ്ത്രീ അത്യധികം വിഷമത്തോടുകൂടി ഇരിക്കുന്നത് ഭഗവാൻ മരത്തിന്റെ മുകളിൽ വെച്ച് കാണുന്നത്. അത്യധികം തന്നെ ഭക്തിയും സ്നേഹവും ഒക്കെ ആ സ്ത്രീയെ കണ്ടപ്പോൾ തന്നെ ഭഗവാന്റെ ഉള്ളിലുണ്ടായി. അത് സീതാദേവി തന്നെയാണ് എന്ന് ഏതാണ്ട് ഭഗവാൻ ഉറപ്പായി. എങ്കിലും ഇത് ലങ്കയാണ്, ഇവിടെ രാക്ഷസന്മാരാണ് കൂടുതലുള്ളത്, പലതരത്തിലുള്ള മായാപ്രവൃത്തികളും ചെയ്യുന്ന ആളുകളാണ് അവർ, അത് ഭഗവതി തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ ഭഗവാൻ ഒന്ന് ക്ഷമിച്ചു എന്നാണ്. ആ സമയത്താണ് അഴകിയ രാവണനായിട്ട് രാവണൻ ദേവിയെ പ്രലോഭിപ്പിക്കാനായി പലതരത്തിലുള്ള വസ്തുക്കളുമായി ദേവിയുടെ അടുത്തേക്ക് എത്തുന്നതും ദേവിയെ പ്രലോഭിപ്പിക്കാൻ ശ്രമിക്കുന്നതും. ആ സമയത്ത് ദേവി കൊടുക്കുന്ന മറുപടി കേട്ട് ഹനുമാൻ സ്വാമി ഉറപ്പിക്കുന്നു, ഇത് തന്നെയാണ് താൻ അന്വേഷിച്ചു വന്ന സീതാദേവിയും. എങ്കിലും തൻ്റെ വരവ് കൂടി ദേവി ഒന്ന് മനസ്സിലാക്കട്ടെ എന്ന് കരുതി ദേവിയുടെ മുന്നിൽ വെച്ച് ദേവിയുടെ സമീപത്തിരുന്നു കൊണ്ട് ആ മരത്തിൻ്റെ മുകളിൽ ഇരുന്ന് രാമകഥകളെ പാടാൻ തുടങ്ങി ഭഗവാൻ എന്നാണ്. തൻ്റെ സ്വാമിയെക്കുറിച്ചിട്ടുള്ള കീർത്തനങ്ങൾ ഈ രാക്ഷസന്മാരുടെ ഇടയിൽ നിന്ന് കേട്ട സമയത്ത് ദേവിക്കുണ്ടായിട്ടുള്ള ചാരിതാർത്ഥ്യം, സന്തോഷം, എവിടെ നിന്നാണ് ഈ രാമനാമം മുഴങ്ങുന്നത് എന്ന് ദേവി അന്വേഷിച്ചുകൊണ്ടേയിരുന്നു എന്നാണ്. ആ സമയത്ത് ആശങ്കയുടെ പടുകുഴിയിലായിരിക്കുന്ന ആ ഭഗവതിയുടെ ധൈര്യത്തെ ഉയർത്താനായി ഭഗവാൻ ആ താഴത്തേക്ക് ചാടുകയും ദേവിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. പെട്ടെന്ന് ഭഗവാന്റെ ഈ രൂപവും ഭാവമൊക്കെ കണ്ടപ്പോൾ ദേവിക്ക് സംശയമാണ് ഉണ്ടായത്. ഇപ്പോൾ ഒരു പ്രവൃത്തി കഴിഞ്ഞ് രാവണൻ പോയിട്ടേ ഉള്ളൂ. തന്നെ പ്രലോഭിപ്പിക്കാൻ, തന്നെ വശത്താക്കാൻ ഈ രാവണൻ ഏതറ്റം വരെയും പോകും എന്നുള്ള ചിന്ത ദേവിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്ര കണ്ട് നിഷ്കളങ്കമായിട്ടല്ല ആദ്യം ദേവിയെ ഭഗവാനെ സമീപിക്കുന്നത്. പക്ഷേ ഭഗവാൻ കൊടുത്തയച്ച മുദ്രമോതിരം ഹനുമാൻ സ്വാമി ദേവിയെ കാണിക്കുന്നതോടുകൂടി ദേവിക്ക് ഇത്രയും നാൾ തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ വിരഹവേദന അത് മുഴുവനായി ആ ഹനുമാൻ സ്വാമിയുടെ മുമ്പിൽ അങ്ങോട്ട് പൊട്ടി വീണു എന്നാണ്. ഉറപ്പായി തൻ്റെ ഭർത്താവ് തന്നെ രക്ഷിക്കാൻ ഉടനെ തന്നെ ഇങ്ങോട്ട് എത്തുന്നു. അതിന് കാരണക്കാരനായി തൻ്റെ അടുത്തേക്ക് ദൂതനായി എത്തിയിട്ടുള്ള ഹനുമാനോടും ദേവിക്ക് അതിയായിട്ടുള്ള സ്നേഹം ഉണ്ടാവുകയും ഹനുമാനെ ദേവി അനുഗ്രഹിക്കുകയും ചെയ്തു. അപ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്, അമ്മേ, ഞാൻ തിരിച്ചിനി വീണ്ടും ഭഗവാന്റെ അടുത്ത് എത്തുമ്പോൾ അമ്മയെ ഞാൻ കണ്ടു എന്ന് ഉറപ്പാക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു അടയാളം എനിക്ക് തന്നയക്കണം. ആ സമയത്ത് ദേവി തൻ്റെ ശിരസിൽ ധരിച്ചിരുന്ന ചൂടാമണി എടുത്ത് ഹനുമാന് കൊടുത്തു. ഇത് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിന് മനസ്സിലാവും അങ്ങ് എന്നെ കണ്ടിട്ടുണ്ട് എന്ന്. അവിടെ ധൈര്യമായിട്ട് പൊക്കോളൂ. ഒരു കാര്യം പ്രത്യേകിച്ച് ഓർമ്മിപ്പിച്ചോളൂ, 1 മാസം കൂടിയേ ഞാൻ ജീവനോടെ ഇരിക്കുള്ളൂ. ആ 1 മാസത്തിനുള്ളിൽ എന്നെ ഇവിടെ വന്ന് കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ രാവണന്റെ തടവിൽ ഇനിയും അധികകാലം എനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് സ്വാമിയോട് പറയണം എന്നുകൂടെ പറഞ്ഞാണ് അമ്മ പറഞ്ഞയച്ചത്. അപ്പോൾ വന്ന കാര്യമൊക്കെ സാധിച്ചപ്പോൾ ഭഗവാൻ ഉണ്ടായിട്ടുള്ള സന്തോഷം കൊണ്ട് ലങ്കാപുരി മുഴുവൻ ഭഗവാൻ തൻ്റെ അപ്രമാദിത്വം അങ്ങോട്ട് കാണിച്ചു എന്നാണ്. കണ്ണി കണ്ട രാക്ഷസന്മാരെയൊക്കെ വധിച്ചു. രാവണന്റെ ചില പുത്രന്മാരെയൊക്കെ ഭഗവാൻ വധിക്കുന്നുണ്ട്. ലങ്കയിലെ പൂന്തോട്ടൊക്കെ ഭഗവാൻ അലങ്കോലാക്കി. അവിടെ ഉണ്ടായിരുന്ന പഴങ്ങളൊക്കെ പറിച്ച് കഴിച്ചു. അങ്ങനെ ലങ്കാനഗരിയെ മുഴുവൻ ഒരു കുരങ്ങൻ, ഒരു വാനരൻ വന്ന് ഇതാ വിറപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കിയ പല സൈന്യാധിപന്മാരും ഭഗവാനുമായിട്ട് യുദ്ധം ചെയ്യാൻ വന്നു. വന്നപാടെ അവരെയൊക്കെ തന്നെ ഭഗവാൻ കാലപുരിയിലേക്ക് അയച്ചു. എല്ലാവരും പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ സമയത്താണ് സാക്ഷാൽ ഇന്ദ്രജിത്ത്, മേഘനാഥൻ ഭഗവാനെ പിടിച്ചു കെട്ടാനായിട്ട് വരുന്നത്. മേഘനാഥന് പോലും ഭഗവാന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ആ സമയത്ത് ഭഗവാന്റെ ലക്ഷ്യമാക്കിക്കൊണ്ട് മേഘനാഥൻ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചു എന്നാണ് പറയുക. ബ്രഹ്മാസ്ത്രം പോയിട്ട് ഒരസ്ത്രവും
ഹനുമാൻ സ്വാമിയെ തൊടാൻ പോലും സാധിക്കില്ല. പണ്ട് ഭഗവാന് വരം കിട്ടിയിട്ടുണ്ട്, ഒരസ്ത്രവും ഒരു ശസ്ത്രവും ഈ കുട്ടിക്ക് ഇനി മേലാൽ വിനാശം ഉണ്ടാക്കില്ല എന്ന്. എങ്കിലും ബ്രഹ്മാസ്ത്രമാണ് വരുന്നത് എന്ന് കണ്ട അതിനോടുള്ള ആദര സൂചകമായി ഭഗവാൻ കീഴ്പ്പെടുകയും ഹനുമാൻ സ്വാമി ലങ്കയിൽ ചെന്ന് ആദ്യം ഈ രാവണനെ ഒന്ന് കാണാൻ ഇതായിരിക്കും അവസരം എന്നുള്ള നിശ്ചയത്തോടു കൂടി തന്നെ പിടിച്ചു കെട്ടാൻ അനുവദിക്കുകയും ചെയ്തു എന്നാണ്. അതിനുശേഷമാണ് ലങ്കാധിപനായിട്ടുള്ള രാവണനെ ആദ്യമായി ഹനുമാൻ കാണുന്ന രംഗം രാമായണത്തിൽ വിവരിക്കുന്നത്. രാമനെ എങ്ങനെയാണോ ഹനുമാൻ ആദ്യം കണ്ടത്, അപ്പുണ്ടായിട്ടുള്ള ആ ഭക്തി, സ്നേഹം, ആ വികാരങ്ങളെ അല്ല രാവണനെ കണ്ടപ്പോൾ ഉണ്ടായത്. അതിയായിട്ടുള്ള ക്രോധം, അദ്ദേഹത്തോടുള്ള വൈരാഗ്യം, ഇതൊക്കെ ഭഗവാന്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ ഭഗവാൻ നോക്കിയപ്പോൾ പോലും പല മഹാത്മാക്കളും പറയാറുണ്ട്, നിത്യേനയുള്ള ശിവ ഉപാസന കൊണ്ട് ഒരു ചൈതന്യം, ശിവന്റെ ഭക്തന്മാരിൽ ഉണ്ടാവണ ആ ചൈതന്യം തീർച്ചയായിട്ടും രാവണനിൽ ഭഗവാൻ കണ്ടു എന്നാണ്. കാരണം മഹാദേവന്റെ അംശമാണ് ഹനുമാൻ, മഹാദേവന്റെ വലിയ ഭക്തനാണ് രാവണൻ. അങ്ങനെയാണ് രാവണൻ ആദ്യമായി ഹനുമാനെ കാണുന്നത്. ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ അസംതൃപ്തനായിരുന്ന രാവണൻ ആദ്യം തന്നെ ഇദ്ദേഹത്തെ വധിക്കാനാണ് ഉത്തരവിടുന്നത്. ആ സമയത്താണ് വിഭീഷണൻ ഒരിക്കലും അത് ചെയ്യുന്നത് ഭൂഷണമല്ല എന്നറിയിക്കുകയും കവികൾക്ക് അവരുടെ വാലാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവയവം, അതുകൊണ്ട് അത് കത്തിക്കുന്നതായിരിക്കും ഉചിതം എന്നുള്ള ഒരു നിർദ്ദേശം ചില അസുരന്മാരൊക്കെ മുന്നോട്ട് വയ്ക്കുന്നതും ഭഗവാന്റെ വാലിന് തീ പിടിപ്പിക്കുന്നതും ആ തീ പിടിച്ച വാലുമായി ഭഗവാൻ ഈ ലങ്കാപുരി മുഴുവൻ കത്തിയിരിക്കുന്നതുമായിട്ടുള്ള രംഗങ്ങളൊക്കെ പിന്നീടാണ് നടക്കുന്നത്. ഭഗവാനെ അഗ്നിയും സ്പർശിക്കില്ലായിരുന്നു, ഒരു തരത്തിലുള്ള പ്രയാസങ്ങളും ഭഗവാൻ ഉണ്ടായിട്ടില്ല അഗ്നി കൊണ്ട്. പക്ഷെ ആ അഗ്നി കൊണ്ട് ലങ്ക മുഴുവൻ കത്തിച്ച താൻ ആരാണ് എന്നുള്ള ഒരു ബോധം തന്നെ ആക്രമിക്കാൻ വന്നവരിൽ സൃഷ്ടിച്ചിട്ടാണ് ഭഗവാൻ വീണ്ടും തൻ്റെ സ്വാമിയായിട്ടുള്ള ശ്രീരാമസ്വാമിയുടെ അടുത്തേക്ക് പോയത് എന്നാണ്. അങ്ങനെ ആരാണോ ആ ഭഗവാനെ ഭജിക്കുന്നത് അവർക്ക് ഏത് സമയത്തും ധൈര്യത്തെ കൊടുക്കുന്ന, വീരതയെ പ്രകാശിപ്പിക്കാൻ വേണ്ടി അവരുടെ കൂടെ നിൽക്കുന്ന ആ അഞ്ജനാപുത്രനായിട്ടുള്ള ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ലങ്കാദഹന ലീലയെ അനുസ്മരിച്ചുകൊണ്ട് അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.